അസ്സലാമു ഞാൻ ഈ മല്ലിയും മുളകും പെരിഞ്ചീരകവും പിന്നെ ജീരകവും പട്ടയും ഗ്രാമ്പും ഇലക്കൊക്കെ എന്താ എടുത്ത് വച്ചിരിക്കുന്നത് അറിയാമോ? നല്ലൊരു അടിപൊളി തന്തൂരി മസാലയുടെ പ്രിപ്പറേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വീട്ടിൽ എന്നെ ഗ്രില്ല് ചെയ്ത് ഷവായും ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ഡേ മുന്നെങ്കിലും ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്ത് ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ആദ്യം ഈ ഒരു പാനിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല ഇതുപോലൊരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബ്ലെൻഡായ ഈ ഒരു മസാലയിലോട്ട് നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് എടുത്താൽ മതിയാവും. പിന്നെ അതിലോട്ട് കുറച്ച് ഒരു 1/4 കപ്പ് അളവ് വിനാഗിരി, ഒരു 1/4 കപ്പ് അളവ് ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. കാരണം ഈ ഒരു മാഗ്നേഷനാണ് നമ്മൾ ആദ്യം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ഇതൊന്ന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് 1 ഡേ ബിഫോർ എങ്കിലും മാറ്റി വയ്ക്കുക. ഓവർനൈറ്റ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ദിവസം നൈറ്റ് ചെയ്യുന്നതായാലും കുഴപ്പമില്ല. കാരണം ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ഗ്രില്ലിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആയിട്ട് കിട്ടാനും ഇത് യൂസ് ആവും, ഒരു ഡേ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം 1 ഡേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സീസണിങ് റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ചിക്കൻ ഒരു സീസണിങ് ടേസ്റ്റ് തരുന്ന ഒരു റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത്. 2 സവാളയും ഒരു 3 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എണ്ണയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും പിന്നെ മല്ലിയില, പുതിനയില, കാശ്മീരി ചില്ലി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി വഴണ്ട് വന്നതിന് ശേഷം അതിനെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ സീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ ചിക്കന് ആ ഒരു നല്ലൊരു ടേസ്റ്റ്, ആ ഒരു ഷവായുടെയും പിന്നെ ആ ഒരു തന്തൂരിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതിൽ നിന്നാണ്, ഈ ഒരു മസാലയിൽ നിന്നാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വീട്ടിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്തത്. ശേഷം അതിലോട്ട് ചില്ലി ഫ്ലെക്സും പിന്നെ ഒരു സ്ലൈസ് അളവിന് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസണിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ഈ ചിക്കനിലോട്ട് തടവി മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ചിക്കൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഈ ഒരു മാഗ്നേഷനും കൂടെ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഗ്രില്ലിങ്ങിലോട്ട് പോവാം. ചിക്കൻ നമ്മുടെ ഗ്രില്ലർ ഫസ്റ്റ് വാങ്ങിച്ചതിൻ്റെ ആദ്യമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിക്കൻ ആദ്യമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചിക്കൻ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ വലിയ സൈസ് അളവിന് നമ്മൾ മന്തിക്കൊക്കെ എടുക്കില്ലേ, ആ ഒരു അളവിനാണ് ചിക്കൻ എടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രില്ലിംഗ് പോട്ട് വാങ്ങിച്ചതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ, ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ചെറിയ അളവിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പ്രിപ്പയറായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദറിന് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെച്ചാൽ ആ ഒരു മസാലയൊക്കെ അതിലോട്ട് പിടിക്കും കേട്ടോ. നമ്മൾ ഈ കനലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കിതിനെ അങ്ങ് റെഡി ആയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അതിലോട്ട് ആ ഒരു മസാലയൊക്കെ നന്ന പിടിച്ച് സെറ്റായിക്കോളും. ശേഷം നമുക്കിനി നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം എടുക്കാം. ഇതാണ് നമ്മുടെ ഗ്രില്ലിംഗ് ട്രേ എന്ന് പറയുന്നത്. ഇതൊരു കൊറിയൻ മെയ്ഡാണ്. ഞങ്ങളിതൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈനിലായിട്ട് ഇത് വാങ്ങാൻ കിട്ടും. ആദ്യം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ കണ്ടിട്ട് ഇത് വലിയ എങ്ങനെയാണ് യൂസ് ആവോ എങ്ങനെയാണെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ തന്നെ ഇതൊരു 4-5 പ്രാവശ്യം ഞങ്ങളിത് യൂസ് ആക്കിയിട്ടുണ്ട്. ശരിക്കും സംഭവം പ്രോഡക്റ്റ് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല വേർത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. യൂസ് ചെയ്യാനും ഈസിയാണ്. അടിയിലൊരു ട്രേ ഉണ്ട്, അവിടെയാണ് കനലിട്ട് കൊടുക്കുക. മുകളിൽ ഈ ഒരു ഗ്രില്ലിലാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമ്മുടെ ഈ ചാർക്കോളൊക്കെ അവിടെ എടുത്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഈ ചാർക്കോൾ കത്തിച്ച് കരി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടൊരു കനലുണ്ടാകുന്നത് ഈ ചിരട്ട കത്തിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ആ ഒരു രീതി തന്നെ തുടരാമെന്ന് വിചാരിച്ചു. കാരണം ചിരട്ടയാകുമ്പോൾ ഒരെണ്ണം കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീ ഉണ്ടാവുകയും ചെയ്യും, നല്ല കനലുണ്ടാവുകയും ചെയ്യും. കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ആദ്യം ഈ ചിരട്ടയൊന്ന് കത്തിച്ചെടുക്കുകയാണ്. പഴയ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ പുതിയതുപോലെ തോന്നുമെങ്കിലും അടിയിൽ അത് വെള്ളം വരെയാണ്, അതുകൊണ്ട് അത് യൂസല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെടുത്തത്. അപ്പോൾ നമ്മുടെ കനലൊക്കെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുള്ള കനലെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. കാണുമ്പോൾ വിചാരിക്കും ഇനി എപ്പോൾ ഇത് റെഡി ആവാനാന്നൊക്കെ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ. പക്ഷേ സെറ്റായിരുന്നു സംഭവം. ഗ്രില്ലിൽ ആദ്യം ഒന്ന് ഓയിലൊന്ന് തടവണം കേട്ടോ. ഈ ഗ്രില്ലിൽ ഫസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ നിരത്തി കൊടുക്കാനുള്ളത്. ഓയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒന്ന്
സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ്, അതൊരു ചെറിയൊരു ജോയിനിങ്ങിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കനൽ നല്ല ചൂടുണ്ട്, അതിലോട്ട് നമ്മുടെ ചിക്കൻ ഇനി ഓരോന്നോരോന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇതുപോലെ ഒരു പ്ലഗർ യൂസ് ചെയ്ത് ഇതുപോലെ ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കുക. നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രിപ്പയറായി കിട്ടി. ഏകദേശം ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടി. പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇതുപോലെയൊക്കെ ഇതെല്ലാവരും ഗെറ്റ് ടുഗദർ ആക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഞങ്ങൾക്ക് ശരിക്കും മസാല പ്രിപ്പയർ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ചെയ്തത് ഇക്കായും കാക്കാന്മാരൊക്കെ കൂടെയാണ്. കനലൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ വറുത്തെടുത്തത് അവരൊക്കെ കൂടെയാണ്. നല്ല സെറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞങ്ങളിത് 2-3 പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തു. കാരണം അതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും പിന്നെ ആ ഒരു ഒത്തൊരുമ അതൊന്ന് വേറെ തന്നെയാണ്. നമ്മളിങ്ങനെ വിശന്നിരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാവരുമായിട്ട് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴെങ്കിലും.